IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി സുഗാന്ത് സുരേഷിന്റെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. യുവതിയുടെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ സുഗാന്തുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇതിനിടെ നടത്തിയ ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇരുവരും തമ്മിലുണ്ടായിരുന്നത് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണെന്ന് സുഗാന്ത് വ്യക്തമാക്കുന്നു. ബലാത്സംഗം കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള കുതന്ത്രമാണെന്നാണ് ഇതിന്റെ പുറത്തുള്ള മൊഴി. യുവതിയുമായി പലപ്പോഴായി പിണങ്ങിയിട്ടുണ്ടെന്നും പിന്നീട് വീണ്ടും സൗഹൃദത്തിലാകുമെന്നും സുഗാന്ത് മൊഴി നൽകുന്നു. യുവതി ആത്മഹത്യ ചെയ്ത ദിവസം പരസ്പരം വഴക്കിട്ടിരുന്നു. എന്നാൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം എന്താണെന്ന് അറിയില്ല എന്നാണ് സുഗാന്തിന്റെ മൊഴി ഇപ്പോൾ വന്നിരിക്കുന്നത്. സുഗാന്തുമായി തിരുവനന്തപുരം പേട്ട പോലീസ് ഇപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. നെടുമ്പാശ്ശേരിയിലെ ഇയാളുടെ അപ്പാർട്ട്മെന്റിൽ തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും. പത്തനംതിട്ട സ്വദേശിയായ IB ഉദ്യോഗസ്ഥ ട്രെയിനിന് മുന്നിൽ ജീവനൊടുക്കിയ സംഭവത്തിലെ പ്രതി സുഗാന്ത് സുരേഷിനെ ജൂൺ 5 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയായിരുന്നു. സുഗാന്ത് സുരേഷിന്റെ ലൈംഗിക ശേഷി പരിശോധിക്കുകയും ചെയ്യും. മാർച്ച് 24-നാണ് തിരുവനന്തപുരത്ത് പേട്ടയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ IB ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മകളുടെ മരണത്തിന് പിന്നിൽ സഹപ്രവർത്തകനായ സുഗാന്ത് സുരേഷ് ആണെന്നും ഇയാൾ മകളെ ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തിരുന്നുവെന്നും ആരോപിച്ച് കുടുംബം രംഗത്ത് വരികയും ചെയ്തു. പോലീസ് അന്വേഷണം തുടങ്ങിയതോടെ ഒളിവിൽ പോയ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ കഴിഞ്ഞ മാസം അവസാനം ഇദ്ദേഹം കീഴടങ്ങുകയായിരുന്നു. തിരുവനന്തപുരത്തെത്തിച്ച പ്രതിയെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. സുഗാന്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തിരുന്നത്. അന്വേഷണം ആരംഭിച്ചതോടെ സുഗാന്തും കുടുംബവും ഒളിവിൽ പോവുകയായിരുന്നു. ഇതിനിടെ മകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായെന്നതിനുള്ള തെളിവുകൾ യുവതിയുടെ പിതാവ് പോലീസിന് നൽകുകയും ചെയ്തു. തുടർന്ന് സുഗാന്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുക്കുകയും ചെയ്തു. സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. പ്രതി കൂടുതൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്തതായി തെളിവുകളുണ്ടെന്നും പുറത്തുവന്ന തെളിവുകൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നും അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. സുഗാന്തിനോട് കീഴടങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിക്ക് ജാമ്യം നൽകുന്നത് അന്വേഷണത്തിന് തടസ്സമാകുമെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് സുഗാന്ത് കീഴടങ്ങിയിരിക്കുന്നത്. കൊച്ചി DCP ഓഫീസിലാണ് പ്രതി കീഴടങ്ങിയത്. 3 ഫോണിൽ നിന്നും ഇവരുടെ ടെലഗ്രാം ചാറ്റുകളടക്കം വീണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ യുവതിയെ സുഗാന്ത് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിരുന്നതായി വ്യക്തമായി. ഫോൺ പരിശോധന വഴി യുവതിക്ക് പുറമെ മറ്റ് പല പെൺകുട്ടികളെയും സുഗാന്ത് ചൂഷണം ചെയ്തുവെന്നും വ്യക്തമാക്കുകയാണ്. മുമ്പ് ആത്മഹത്യ ചെയ്ത യുവതിയും സുഗാന്തും തമ്മിലുള്ള ടെലഗ്രാം ചാറ്റുകൾ പുറത്തു വന്നിരുന്നു. ഇതിൽ സുഗാന്ത് യുവതിയോട് എപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് ചോദിക്കുന്നതടക്കമുള്ള ചാറ്റുകൾ ആത്മഹത്യ പ്രേരണയ്ക്കുള്ള തെളിവുകളായി കോടതിയിൽ കാണിക്കുകയും ചെയ്തു. കൊച്ചി വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥനായിരുന്ന സുഗാന്ത് കേസിനെ തുടർന്ന് ഇയാളെ IBയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. യുവതിയുടെ ആത്മഹത്യക്ക് പിന്നാലെ സഹപ്രവർത്തകൻ സുഗാന്തിനെതിരെ ഗുരുതര ആരോപണവുമായി ഉദ്യോഗസ്ഥരുടെ കുടുംബവും രംഗത്ത് വന്നിട്ടുണ്ട്. യുവതിയെ സുഗാന്ത് സാമ്പത്തികമായും ലൈംഗികമായും ചൂഷണം ചെയ്തിരുന്നുവെന്ന് ആരോപിച്ച കുടുംബം ഇതിനുള്ള തെളിവുകളും പോലീസിന് കൈമാറിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും വിവാഹിതരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ വ്യാജമായി നിർമ്മിച്ച് സുഗാന്ത് യുവതിയെ ഗർഭഛിദ്രത്തിനായി ആശുപത്രിയിൽ എത്തിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഗർഭഛിദ്രം നടത്തിയത്. ഗർഭഛിദ്രം നടത്തിയതിനു ശേഷമാണ് സുഗാന്ത് വിവാഹത്തിൽ നിന്നും പിന്മാറിയതെന്നാണ് വിവരം. പെൺകുട്ടിയുടെ അമ്മയോടാണ് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് സന്ദേശം അയച്ചത്. ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് യുവതി ആത്മഹത്യ ചെയ്യുന്നത്. യുവതിയുടെ അക്കൗണ്ടിൽ നിന്നും പലതവണയായി പണം സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായും കണ്ടെത്തലുകളുണ്ട്. 3 ലക്ഷത്തിലധികം രൂപയാണ് ഇത്തരത്തിൽ അക്കൗണ്ടിലേക്ക് മാറ്റിയത്.